നമസ്കാരം. ഞാൻ പഴനിയിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വന്നു. ഇന്നലെ ഇന്നലെ അമാവാസ്യയാണ്. അപ്പോൾ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണ ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. 24 വളരെ ഇമ്പോർട്ടൻ്റ് ദിവസമാണ്. ഈ ദിവസത്തിൽ പ്രത്യേക ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് 24-ലെ പ്രത്യേകത വെച്ചാൽ, മുരുക ഭഗവാനും അഗസ്ത്യ സിദ്ധർ പോലുള്ള 18 സിദ്ധന്മാരും ആസ്ട്രൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യം. ആ കാര്യത്തിനോടനുബന്ധിച്ച് പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കാണ് ഭഗവാന്റെ നിർദ്ദേശത്തിൽ ഞാൻ ഇന്നലെ പഴനിയിലെത്തിയത്. ഇന്നലെ രാത്രി പൂജ ചെയ്തു. അത് എല്ലാവരെയും വിളിച്ച് ചെയ്യേണ്ട ഒരു പൂജ അല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും അതിനെക്കുറിച്ച് അറിയിക്കാതിരുന്നത്. കാരണം അങ്ങനെ നടക്കേണ്ട ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ആ ഒരു പൂജ ചെയ്യാൻ സാധിച്ചു. അത് ഇനിയുള്ള ദിവസങ്ങളിൽ, കാരണം ആ പൂജ ഭഗവാന്റെ ഡയറക്ഷനിൽ നടക്കേണ്ടതും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മുടെ എല്ലന്മാർക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലന്മാർക്ക് മിഷനെ ഉള്ള ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സ്പിരിച്വൽ യാത്രയെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതത്തിൻ്റെ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട് കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള ദിവസങ്ങളിൽ അതിൻ്റെതായ ചില തീരുമാനങ്ങൾ വരും എന്നാണ്, ഭഗവാൻ അനുഗ്രഹത്താൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഭാരതത്തിന് നല്ലതാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, തമിഴ്നാട് പൊളിറ്റിക്സിലും അടുത്തൊരു വർഷത്തിനുള്ളിൽ ചില സർപ്രൈസുകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലന്മാർക്കിടെ ദൗത്യത്തിൽ അടുത്തൊരു സ്റ്റേജിൽ, പവർഫുൾ സ്റ്റേജിലേക്ക് മാറാനും ഇന്നലത്തെ ആ ഒരു ആസ്ട്രൽ വേൾഡിൽ നടന്ന കാര്യങ്ങൾ സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു യാത്രയിലും അതൊരു അടുത്ത ലെവലിലേക്ക് മാറും എന്ന്, ഭഗവാന്റെ അനുഗ്രഹത്തിൽ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പഴനിയിൽ വന്നത്. നല്ല പൂജ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിന് കൂടുതൽ എനിക്ക് പറയാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. പൂജയെക്കുറിച്ച് ഇന്ന കാര്യം നടക്കണമെന്ന് എല്ലാവരോടും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചും അതിന് ഞാൻ പ്രതീക്ഷകളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. പഴനിയുടെ അനുഗ്രഹത്താൽ ഇനിയുള്ള സമയത്ത് എൻ്റെ സ്പിരിച്വൽ യാത്ര, എൻ്റെ ഈ യാത്ര അടുത്ത ഘട്ടത്തിലേക്കും എല്ലന്മാർക്ക് അടുത്ത മിഷൻ്റെ അടുത്ത പവർഫുൾ ലെവലിലേക്കും, തമിഴ്നാട് പൊളിറ്റിക്സിലെ ചില സർപ്രൈസുകളും ഭാരതത്തിൻ്റെ പവർഫുള്ളായ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വർഷത്തിൽ അതിഗംഭീരമായി നടക്കും എന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കും. അതാണ് നമ്മുടെ അനുഭവം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പൂജ നടത്തി എന്ന് നിങ്ങളോട് സംസാരിക്കണം. ആ ഒരു പവർഫുള്ളായൊരു അന്തരീക്ഷമായിരുന്നു പൂജ സമയത്ത് ഉണ്ടായിരുന്നത്. ഭയങ്കര പവർഫുള്ളായി കുറച്ച് ആൾക്കാരുടെ ഒപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര പവർഫുള്ളായ ചില കാര്യങ്ങൾ അനുഭവപ്പെട്ടു ആ പൂജയുടെ സമയത്ത്. പിന്നെ വേറെ 1-2 പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുണ്ട്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് വെറുതെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ ജീവിതത്തിൽ തുടക്കകാലത്ത് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത്, ഞാനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം എന്ന് വിചാരിച്ചിട്ടാണ്. അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചും ചെയ്തു. അത് ആ ബുക്കിൽ, എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പറായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും പോയിട്ട് സിനിമകൾ കാണുക, സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുക, പഠിക്കുക. നമ്മുടെ ഒരു വിഷൻ, നമ്മളൊരു സംഭവത്തിനെ കാണുമ്പോൾ തന്നെ ഒരു ഫ്രെയിമിലൂടെ കാണുക എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിയിരുന്നു. ഒരു എഴുത്തുകാരൻ, സിനിമ റൈറ്റർ എപ്പോഴും, സ്ക്രിപ്റ്റ് റൈറ്റർ എപ്പോഴും ഒരു സംഭവങ്ങളെ ഒരു ഫ്രെയിമിലൂടെ കാണുക. കാരണം മൂന്നാമതൊരാൾ കാണുന്ന, അല്ലെങ്കിൽ അടുത്തൊരാൾ കാണുന്ന വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുക. അയാൾ ഇങ്ങനെ കാണണം, അയാൾക്ക് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം, അയാളുടെ കാഴ്ച ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഫ്രെയിം രീതിയിലാണ് ഇത് ഉണ്ടാവുക. ഒരു സംഭവങ്ങളിൽ നിന്ന് ഒരു തുടർച്ച എപ്പോഴും ലീഡ് ഇട്ടുകൊണ്ടിരിക്കും സ്ക്രിപ്റ്റ് റൈറ്റർ. അതുപോലെ ആഗ്രഹിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ എൻ്റെ ഒരു പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അറിയായിരിക്കും, ഒരു സ്ക്രിപ്റ്റ് റൈറ്റുകാരൻ്റെ പുസ്തകം ആയതുകൊണ്ട് ആ രീതിയായത്. അല്ലെങ്കിൽ വേറൊരു ആളായിരുന്നു എങ്കിൽ എൻ്റെ ആ പുസ്തകം അങ്ങനെ ആവില്ലായിരിക്കും. വേറൊരു രീതിയിലായി വന്നേനെ. നമ്മൾ സ്പിരിച്വൽ പുസ്തകങ്ങളൊക്കെ കാണുന്ന പോലെ ഗഹനമായ രീതിയിൽ, ആ ഒരു രീതിയിലേക്ക് മാറിയേനെ. പക്ഷെ ഒരു സിനിമാക്കാരൻ, എഴുത്തുകാരൻ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ആ ഒരു രീതി വന്നത്. ആ പുസ്തകം വായിച്ച പലരും പറഞ്ഞ കാര്യങ്ങൾ 2-3 കാര്യമാണ്. ഒന്ന്, ത്രില്ലർ പോലെയാണ്. ഒരു അധ്യായത്തിൽ നിന്ന് അടുത്ത അധ്യായം വായിക്കാനുള്ള ബുക്കൊക്കെ താഴെ വെക്കാൻ തോന്നുന്നില്ല. ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ എന്താ നടക്കുക എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഒരു യാത്ര ചെയ്യണ പോലെ ഫീൽ ചെയ്തു. അതായത് എൻ്റെ യാത്രയുടെ കൂടെ അവരും വായിക്കുന്നവരും ഒപ്പം വരുന്ന പോലെ ഒരു ഫീലിംഗ് ആ പുസ്തകം നൽകി. പിന്നെ പല രംഗങ്ങളിലും കണ്ണിന്ന് വെള്ളം വന്നു, പല അധ്യായങ്ങളിലും.
കണ്ണിന്ന് വെള്ളം വന്നു. അതായത് ആ വായിക്കുന്നവൻ്റെ ഇമോഷനായിട്ട് ടച്ച് ചെയ്യാൻ ആ പുസ്തകത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ പറ്റി. അതിൻ്റെ ഒരു രീതി, ആ പുസ്തകത്തിൻ്റെ രീതി ആ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ആ രീതിയിൽ വന്നു. പക്ഷെ അത് ആ ഒരു ഗുണം അന്ന് എഴുതിയ അതിന് വേണ്ടിയിട്ട് നടന്നതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ കിട്ടി. ഒരുപക്ഷെ ഭഗവാൻ അതിന് വേണ്ടിയിട്ടാവും എന്നെ അത് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പിന്നെ സിനിമയുടെ കാര്യമൊക്കെ വിട്ടു. ഫുള്ള് ഭഗവാന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങി. മനസ്സിൽ നിന്നൊക്കെ പോയപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെക്കുന്ന സമയത്ത് അന്നൊരു സിനിമക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് ലാലേട്ടനെ പോലെ മഹാനടന്മാരായിട്ടുള്ള ഒരു ബന്ധം, അതായത് ഫോൺ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ബന്ധം ഭഗവാന്റെ അനുഗ്രഹത്താൽ കിട്ടണു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം, അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇന്ന് ഇറങ്ങിയ പടം ഫഹദ് ഫാസിലും വടിവേലും കൂടിയിട്ട് നായകരായിട്ട് ഇറങ്ങിയ ഒരു പടം, തമിഴ് പടം മാരീസൻ. ആ പടത്തിൻ്റെ ഡയറക്ടർ നമ്മുടെ LMRKയുടെ മെമ്പറാണ് സുധീഷ് ശങ്കർ. അദ്ദേഹത്തിൻ്റെ പടം ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ പടത്തിൽ താങ്ക്സ് കാർഡിൽ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്, രജിത് കുമാർ, ഫൗണ്ടർ ഓഫ് ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താങ്ക്സ് കാർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ പേര് ബിഗ് സ്ക്രീനിൽ വരികയാണ്, എഴുതി കാണിക്കുകയാണ്. എത്രയോ വർഷം ഇങ്ങനൊരു സ്ക്രീനിൽ എൻ്റെ പേര് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട് അറിയാം. എത്രയോ ശ്രമങ്ങൾ അതിനു വേണ്ടി നടത്തിയിട്ടുണ്ട് അറിയാം. ഒന്നും നടന്നില്ല. എല്ലാം വേണ്ട വെച്ച് ഭഗവാന്റെ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഭഗവാൻ ഓരോന്നായിട്ട് എൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അത്രയൊരു സർപ്രൈസുകളെ കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ ജീവിതം, അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ആ അത്ഭുതം ഇന്ന് ബിഗ് സ്ക്രീനിൽ ആ പടം വരുമ്പോൾ ഉണ്ടാവുകയാണ്. ആ പടത്തിനെ കുറിച്ച് ഗംഭീര റിവ്യൂ റിപ്പോർട്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇത് നോക്കി. തമിഴ്നാട്ടിൽ നിന്ന് ഗംഭീര റിവ്യൂസാണ് വരുന്നത്. അത് ചെയ്ത സുധീഷ് ശങ്കറിനോട് ഞാൻ, ഡയറക്ടർ, നമ്മുടെ മെമ്പറാണ്, അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി പറയണം. അതുമാത്രമല്ല, ഭഗവാന്റെ ജീവിതത്തിൽ തരുന്ന അത്ഭുതങ്ങൾ, അത് തുടർച്ചയാണ്, സർപ്രൈസുകൾ തുടർച്ചയാണ്. അതിനൊരു തുടർച്ച ഇന്ന് ബിഗ് സ്ക്രീനിൽ എൻ്റെ പേര് കണ്ടപ്പോൾ എനിക്കത് എന്താ പറയുക, എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഒരു ഇമോഷൻ ഉണ്ടാക്കിയൊരു സംഭവമാണ്. എല്ലാ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, സന്തോഷം. ഞാൻ എൻ്റെ ഭഗവാന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി അതിനെ കൂടെ പറയുന്നത്, വീട്ടിലുറങ്ങി കിടക്കുമെന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്ന് എത്രയോ ജനങ്ങളുടെ മുമ്പിൽ ഭഗവാന്റെ ഡ്യൂട്ടി എന്ന് ക്യാപ്റ്റനാക്കാൻ കഴിവുള്ള ആ മഹാശക്തിക്ക് മുമ്പിൽ ഞാൻ പാദ നമസ്കാരം ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മുടെ 2 പ്രോഗ്രാം, വളരെ പ്രധാനപ്പെട്ട 2 പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നന്ദി, നമസ്കാരം.